അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് കൂടി നമുക്കൊപ്പം ഷെഡ്യൂളിൽ നിന്ന് തത്സമയം ചേരുകയാണ്. മനാഫ്, എന്തായാലും ഗുഡ് മോർണിംഗ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായി. നമ്മളെയൊക്കെ വളരെ കണ്ണീര് ആഴ്ത്തിയാണ് ആ വിവരം വരുന്നത് എങ്കിൽ പോലും വളരെ ദുരൂഹതയൊക്കെ മാറി. അർജുൻ്റെ ലോറിക്ക് എന്താ സംഭവിച്ചത്, അർജുൻ എന്ത് സംഭവിച്ചു എന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഈ ആദ്യ ദിവസങ്ങൾ മുതലേ തന്നെ മനാഫ് ഈ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് മനാഫിൻ്റെ മനസ്സിൽ? ഈ അർജുനെ എത്ര കാലമായിട്ട് താങ്കൾ ജോലിക്കെടുത്തിട്ടുണ്ടായിരുന്നു? അർജുന് ജോലിക്ക് വന്നത് 3.5 വർഷമായി കൂടെ. എന്താ പറയുക, അവൻ്റെ ആ 3.5 വർഷത്തിൻ്റെ ബഹുഭൂരിപക്ഷ സമയം ഞമ്മക്ക് വേണ്ടി ചെലവഴിച്ച് ആ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും നല്ല വൃത്തിക്ക് ചെയ്യുന്ന ഒരു ആളായിന്. നമ്മൾ ആകെ ഒരു പ്രയാസപ്പെട്ട 71 ദിവസമാണ് കടന്നു പോയത്. ഇപ്പം അവനെ കിട്ടി, അതിൽ സമാധാനമുണ്ട്. സന്തോഷമില്ല, സമാധാനമുണ്ട്. നമ്മളെല്ലാ ആളുകളും ചോദിച്ച ഒരു ചോദ്യമാണ് അർജുൻ എവിടെയെന്നുള്ളത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പം കിട്ടിക്കഴിഞ്ഞ് ഇനി എത്രയും പെട്ടെന്ന് അവൻ്റെ വീട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഞാൻ അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരുന്നൊരു ഒരു ഉറപ്പുണ്ടായിരുന്നു, മോനെയും കൊണ്ട് ഞാൻ മടങ്ങി വരൂ എന്നുള്ള രീതിയിൽ. ഈ ഷെഡ്യൂളിലേക്ക് പോകുമ്പോഴും എന്തായിരുന്നു മനാബിൻ്റെ മനസ്സിൽ? അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? കാരണം എന്താണ് അർജുന് സംഭവിച്ചതെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും. ഇന്നലെ അവസാനത്തെ ദിവസമായിരുന്നു ഡ്രഡ്ജിങ്ങിൻ്റെ എന്നുള്ളത് ഒരു ന്യൂസ് കിട്ടീനു. അപ്പം ഞാൻ ആകെ ഭയപ്പെട്ടിനു. പക്ഷേ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഇനി 2 കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ പിന്നിൽ നിന്നിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടായാലും വേണ്ടിയില്ല, ഞാൻ ഗംഗാവലി പോയുള്ള മണ്ണ് മുഴുവൻ അരിച്ചു പെറുക്കും. അത് ഞാൻ തീർച്ചപ്പെടുത്തിയ കാര്യമായിരുന്നു. സമ്പാദിച്ച സ്വത്ത് മുഴുവൻ വിറ്റിട്ടായാലും വേണ്ടിയില്ല, അതിൻ്റെ പിന്നിൽ തന്നെ നിൽക്കാൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെയല്ല തീരുമാനിച്ചത്. നാട്ടിലേക്ക് പോയിക്കോ എന്ന് തന്നെ തീരുമാനിച്ച്. സന്തോഷമുണ്ട്. എൻ്റെ കൂടെ ഈ നിന്ന് തന്ന എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഈ വിഷയം ഒരുപാട് വേദികളിൽ പറയണത് നമ്മൾ ഈ 71 ദിവസമായിട്ട് കേൾക്കുന്നതാണ്. നിങ്ങളെ ഏറ്റവും ലീഡിങ് റിപ്പോർട്ടർമാരെ വരെ ഇവിടെ നിർത്തി ഇതിന് കൊടുത്ത പ്രാധാന്യം അതൊരിക്കലും നമ്മളാരും മറക്കൂല. ഞാൻ അത് നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. മനാബ്, ശരിക്കും ഇടയ്ക്കൊക്കെ ഈ ദൗത്യത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ബാക്കിയായിരുന്നു. അനിശ്ചിതത്വം വന്നു, ദൗത്യം നിർത്തി പോകുന്നു എന്നൊക്കെയുള്ള അവസ്ഥ വന്നപ്പോഴൊക്കെ തന്നെ മനാബ് എടുത്ത വ്യക്തിപരമായ ശ്രമങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കും. കാരണം മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ നേരിട്ട് പോയി നേതാക്കന്മാരെ നേരിട്ട് കണ്ട ഈ ശ്രമങ്ങൾ തുടരണം. ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രമായിരുന്നു മനാബിൻ്റെ പ്രവർത്തനം. അർജുനൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയണം, അർജുനെ മടക്കി കൊണ്ടുവരാമെന്ന് അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കണം. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും താങ്കളെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു. അപ്പോഴൊക്കെ താങ്കൾക്കൊരു നിശ്ചയദാർഢ്യം താങ്കൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പല ആൾക്കാരും ഒരുപാട് സംശയങ്ങളൊക്കെ പറയുമ്പോഴും മനാഫിൻ്റെ മനസ്സിൽ ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഗംഗാവലി പുഴയ്ക്കടിയിൽ എവിടെയോ അർജുനും ലോറിയും ഒളിച്ചു കിടക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്. ഞാൻ മറ്റേ ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കടൻ്റെ പിന്നിലാവാനാണ് ചാൻസ്. അതായത് മണ്ണിലില്ലെങ്കിൽ പിന്നീട് ഉണ്ടാവുക ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കടൻ്റെ പിന്നിലാണെന്നുള്ളത്. അവിടെ തന്നെയാണ് നമുക്ക് അർജുനെ കിട്ടിയത്. നമ്മളെ വാഹനത്തിന് അധികം കേടുപാടുകൾ, അത് ചിന്നിച്ചിതറി പോണ കേടുപാടുകൾ ഉണ്ടാവില്ല എന്ന് ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. എനിക്കറിയാം വണ്ടീൻ്റെ ഉള്ളിൽ ആ ഒരു ബർത്തുണ്ട്, ആ ബർത്തിൻ്റെ ഉള്ളിൽ അവൻ കിടക്കുകയായിരിക്കും. ആ കിടക്കുന്ന രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഓനെ കിട്ടിയതും. ഈ നമ്മളെ വണ്ടീൻ്റെ സ്പെയർ പാർട്സുകളൊന്നും അധികം കിട്ടാതായപ്പോൾ തന്നെ അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഇതൊക്കെ ആരോ എന്നോട് പറയണ മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില ഘട്ടത്തിൽ എനിക്ക് തന്നെ തോന്നിക്കണം എനിക്ക് ഭ്രാന്തായോ എന്നുള്ളത്. ഞാൻ ആ പോയൻ്റെ സൈഡിൽ കൂടെ എനിക്ക് വെയിലും ഓർമ്മയില്ല, മഴ ഓർമ്മയില്ല, അങ്ങനെ ആയിപ്പോയി. ചിലപ്പോൾ
എന്താ പറയുക കിട്ടുന്നുള്ള ഉള്ളിലുള്ള ആ വിശ്വാസം കൊണ്ടായിരിക്കും ഞാൻ മഴ കുട ഉപയോഗിച്ചിട്ട് ഒരിക്കലും മഴത്ത് നിന്നിട്ടില്ല. മഴ കൊള്ളുകയാണെങ്കിൽ മഴ, വെയിൽ കൊള്ളുകയാണെങ്കിൽ വെയിൽ. പക്ഷെ അത്രമാത്രം മനസ്സിൽ ഉറച്ചു പോയിനു അവനെയും കൊണ്ടിട്ടേ വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഗംഗാവലിപ്പുഴയിൽ ഇട്ടേച്ച് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലേനും അത് അത് തീർച്ചയാക്കിയ വിഷയനും. ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കച്ചവടം മറന്നുപോയി, ഞാൻ എൻ്റെ ഫാമിലിനെ മറന്നുപോയി. പക്ഷെ ഫാമിലിനോടും എൻ്റെ മറ്റ് ജോലിക്കാരോടും ഇതൊക്കെ ഓര് നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് എന്താ പറഞ്ഞാൽ ഇതുമായിട്ട് മുന്നോട്ട് വന്ന് അതിനൊരു റിസൾട്ട് ഉണ്ടായി. ഇന്നലെയും കൂടി ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇനി ഒരുപാട് കാലം കൂടി ഓടേണ്ടി വരുന്നു. ഇനി ഓടാത്ത ഒരു സ്ഥലമില്ല. ബാംഗ്ലൂർ ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയും അതിനൊരു ഒരു അന്ത്യമായി എന്നുള്ളത് സമാധാനമുണ്ട്.